എവിടെ പോണ്ടേ? എവിടെ പോണ്ടേ? മഞ്ഞുള്ള സ്ഥലത്ത് പോണോ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്നത്തെ വ്ളോഗ് നമുക്കൊരു കട്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് മൂന്നാറോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് വെച്ച് നല്ല ക്ഷീണം വന്ന് അങ്ങനെയൊക്കെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു കടയ്ക്ക് സൈഡിൽ വണ്ടി ഒതുക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ കട്ടനൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഫുഡും കൂടെ പാഴ്സലാണ് കേട്ടോ വാങ്ങിച്ചത്. കാണാൻ അങ്ങ് എത്തിയിട്ട് കഴിക്കാനുള്ള പ്ലാനിങ് ആണ്. അങ്ങ് എത്തുമ്പോൾ എന്തായാലും നല്ല വിശപ്പുണ്ട്, ഇപ്പോൾ തന്നെ നല്ല ക്ഷീണമുണ്ട് ഗെയ്സ്. അപ്പോൾ അങ്ങ് എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് പാഴ്സൽ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ എന്താ നമ്മൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം നോക്കിയത് വേറൊരു സ്ഥലത്തായിരുന്നു, പക്ഷേ നമ്മൾ നോക്കിയത് മാത്രമേ ഉള്ളൂ ഗെയ്സ്, ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ നമുക്ക് പണി കിട്ടി. അങ്ങനെ പെട്ടെന്ന് ഇതെന്താണ് ബുക്ക് ചെയ്ത ഒരു ഹോം സ്റ്റേ ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യം നോക്കിയതിനെക്കാട്ടി അടിപൊളിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ. കാണുമെന്ന് വെച്ചാൽ ഞങ്ങളെടുത്ത 3 റൂമുകളും നോർമൽ റേറ്റ് ആയിരുന്നു. അപ്പോൾ എന്താണ് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടേന്ന് വിചാരിച്ച് ഞാൻ വേറൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാവേ. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോശയും പിന്നെ എന്താണ് നമുക്ക് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ എന്താണ് കടലക്കറി. ആമ്രൂനൊന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ നല്ല ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് നമ്മൾ നേരം ഉച്ചയായി, സൂര്യൻ ഉച്ചയിൽ ഒതിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മളിതാ ഉറക്കം എണീക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അങ്ങനെ അപ്പോഴാണ് നമ്മൾ എന്താണ് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. പിന്നെയെന്ന് വെച്ചാൽ സീസൺ അല്ലായിരുന്നു കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ട് ഭയങ്കര മഞ്ഞും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നേ. അങ്ങനെ നമ്മളിങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗെയ്സ്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച എൻ്റെ മൂന്നാർ യാത്ര അങ്ങനെ സാഫല്യത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പകലിൽ മൂന്നാർ കണ്ടുകൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമുക്ക് പെട്ടെന്ന് അവിടുത്തെ കാലാവസ്ഥയിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളെ സാധാ നോർമൽ കാലാവസ്ഥയിൽ നിന്ന് ഈ തണുപ്പിലോട്ട് വരുമ്പോഴത്തേനും എന്നെക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരുന്നു കേട്ടോ. എനിക്ക് പെട്ടെന്ന് ജലദോഷവും ഇതൊക്കെ വന്നായിരുന്നു. പിന്നെ ഞാനത് വെളിയിൽ കാണിച്ചില്ല, കാരണം വെളിയിൽ കാണിച്ചാൽ പിന്നെ എന്നെ എങ്ങും കൊണ്ടുപോലെ. അതുകൊണ്ട് ഞാൻ എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ച് നിന്ന് ഗെയ്സ്. മല കയറി ഏതോ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഗെയ്സിന്. മുന്നേ 1-2 വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എല്ലാം ഒരെണ്ണമൊക്കെ ഇരിക്കുന്നത്. ഇത് ഏതാണ് ആദ്യത്തെ ഏതാണ് അവസാനത്തേന്ന് എനിക്കറിയാൻ വയ്യ ഗെയ്സ്. അങ്ങനെ ആകെ പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ കഴിക്കാനായിട്ട് നമ്മൾ വണ്ടി നിർത്തിയേക്കാണ് കേട്ടോ. കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. എന്തോ നടേ കഴിക്കണത്? മാഗി കഴിക്കാൻ പോണോ? നമ്മൾ അരമണിക്കൂറായിട്ട് മാഗിയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ് ഗെയ്സ്. നല്ല താമസമുണ്ട്. ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ, അങ്ങേര് മാത്രമേ എല്ലാവർക്കും കൂടെ ഒറ്റയ്ക്കിടന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ നല്ല താമസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് അവസാനം മലയൊക്കെ നോക്കി മാഗിയും കഴിച്ചിരിക്കുകയാണ് ഗെയ്സ്. ചായ വന്നില്ല കേട്ടോ. ചായ ഇതുവരെയ്ക്കും വന്നില്ല. മിക്കവാറും ഇനി ഒരു അരമണിക്കൂർ കാത്തിരിക്കണമെന്ന് തോന്നണം. കൊച്ചിന് മാത്രം ചായ വന്നില്ല. 2 ചായ, കൊച്ചിനും മുനിയറിനും ചായ വന്ന്. നമുക്ക് ആർക്ക് ചായ വന്നില്ല. നമുക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണല്ലോ. അങ്ങനെ അവസാനം അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള റൂം നോക്കി ഇവിടെ ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ എന്താണ് കഴിഞ്ഞ വർഷം ഇവർ മുനീറും റാഷിദായിക്ക് എന്താണ് താമസിച്ച റൂമാണ് കേട്ടോ. ഒരു പ്ലാന്റേഷൻ വില്ലയാണ്. അപ്പോൾ അവിടെയാണ് നമ്മളെ കൊണ്ടുവന്നേക്കുന്നത്. ചെന്ന് കാണുമ്പോൾ അറിയാം ഗെയ്സ് എന്താവോ എന്തോന്ന്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ എന്നെ കൊണ്ടുപോകാതെ എല്ലാവരും കൂടെ ഇറങ്ങി പോയിട്ടുണ്ട് ഗെയ്സ്. ഞാൻ ഈ പാലത്തിൻ്റെ മണ്ടയിൽ ഒറ്റയ്ക്കായിപ്പോയി. ഞാൻ ഈ പൈപ്പ് എന്തിനാണ് പോകുന്നത് എന്ന് വിചാരിച്ച് അഗാധമായി ചിന്തയിലായിപ്പോയി ഗെയ്സ്. അണക്കെട്ടിയിൽ നിന്ന് വെള്ളം പോണ പൈപ്പായിരിക്കുമല്ലേ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. എൻ്റെ ബലമായ സംശയം അതാണ്, എനിക്കറിയത്തില്ല. ചുരുട്ടി വെച്ചിരിക്കുന്നു. മക്കളെ ഞാൻ കാണൂല, ചവിട്ടി പീത്തുഞ്ഞേ താണ്ട് അടുത്ത് വന്ന്. അപ്പോൾ അതിനെ എനിക്ക് പേടിയാണ്. ഇസക്കുട്ടി ഇസക്കുട്ടി വീന്നിരിക്കുകയാണ് ഗൈസ്. ഇസക്കുട്ടിയെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നു. അവിടെ ഭയങ്കര പൊടിയും പടലും ഒക്കെ. ഇപ്പൊ ഒരാൾ വീഴുന്നതാണ് ഗൈസ്.
നമ്മള് താമസിക്കുന്ന സ്ഥലത്തെ മണ്ണൊക്കെ കൊള്ളാവോ നോക്കണം. അയ്യോ എന്റെ ഇസക്കുട്ടി എടുത്തോണ്ടോ. ഈ മണ്ണ് നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഗെയ്സ്. കുറേ മണ്ണ് മൂട്ടി പരിച്ച് വെച്ചുകൊണ്ട് വരുന്നുണ്ട്, വീട്ടിൽ കൊണ്ടുപോകാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഗെയ്സ് നമ്മൾ ഇന്ന് എന്താണ് സ്റ്റേ ചെയ്യാൻ പോണ റൂമായിട്ട്. അടിപൊളിയായിരുന്നു, നല്ല വൈബുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് അങ്ങനെ നമ്മൾ റൂമൊക്കെ നോക്കി ഇഷ്ടപ്പെട്ട് അതൊക്കെ ബുക്ക് ചെയ്ത് എന്താണ് ബാഗൊന്നും കൊണ്ട് വെച്ചില്ലായിരുന്നു കേട്ടോ. ബാഗ് അങ്ങ് മെഗലിൽ വണ്ടിയിലിരിക്കുന്നില്ല. ആ ദുഷ്ടനില്ല, ആ മുടിയൻ, അവൻ പറഞ്ഞ് വണ്ടി ഇനി വരൂല എന്ന് പറഞ്ഞ് ഞങ്ങളെ വണ്ടിയൊക്കെ മെഗലിൽ ഇടിപ്പിച്ചിട്ട് നടത്തിയാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കണ്ടല്ല, അതുകൊണ്ട് ബാഗൊന്നും എടുത്തില്ല. ഇനിയിപ്പോൾ വൈകിട്ട് പോകാൻ നേരത്ത് ബാഗൊക്കെ കൊണ്ടുപോകാമേ. അപ്പോൾ ആ റൂമിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മറ്റേ വീഡിയോ ഇടുമ്പോഴത്തേനും അതിൻ്റെ കൂടെ ആഡ് ചെയ്യാവേ. അപ്പോൾ എന്താണ് നമ്മളങ്ങനെ മെഗലിലോട്ട് കയറി പൊക്കോണ്ടിരിക്കുകയാണ് ഗെയ്സ്. അവസാനം നമ്മൾ എന്താണ് ടോപ്പ് സ്റ്റേഷനിലെത്തും എന്നാണ് പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമുക്ക് പോയിട്ട് വരാമേ. അപ്പോൾ എന്താണ് യാത്രയിൽ 2 പാർട്ടായിട്ടാണ് കേട്ടോ നമ്മൾ ഈ മൂന്നാറിൻ്റെ കാഴ്ചകൾ ഇട്ടേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താണ് ഇതിൽ തന്നെ ഒരു 17 മിനിറ്റ് ഉണ്ട് കേട്ടോ. അതും കൂടെ ആകുമ്പോൾ ഒരുപാട് ലെങ്തി ആയിപ്പോൾ വെറുതെ എന്തിനാണ് നിങ്ങളെ ബോറടിപ്പിക്കണേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പച്ച ബോർഡൊക്കെ കണ്ട് ഗെയ്സ്. പൂപ്പാറ നേരെ പൊക്കോ, തേൻ നേരെ പൊക്കോ, കുമളി നേരെ പൊക്കോ, എല്ലാം നേരെ പൊക്കോ എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ സൈഡിൽ നമ്മുടെ പാഴായി പോണ പ്ലാസ്റ്റിക് ഉപ്പുകളുണ്ട്, മൂന്നാർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ രാത്രി വന്ന വീഡിയോ ഉണ്ട്, അത് അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേനും അതിൻ്റെ കൂടെ ഇടാവേ. കാണാൻ എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് പറ്റൂല ഗെയ്സ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് അടിക്കാനാണ് പ്ലാൻ ഗെയ്സ്. രാവിലെയല്ല ഉച്ചയ്ക്ക് കുറച്ച് മുന്നേ കഴിച്ചതെല്ലാം നല്ല ദഹിച്ച് ഗെയ്സ്. നമുക്ക് പിന്നെ വിശപ്പിൻ്റെ അസുഖമൊന്നും ഇല്ലാത്തതുകൊണ്ടേ തീരെ വിശപ്പൊന്നും വരൂല ഗെയ്സ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിങ്ങനെ നോക്കിയത്. അപ്പോൾ ഇക്ക പറഞ്ഞു ഇവിടെ ഒരു കഞ്ഞി അമ്മൂമ്മശല്ല കഞ്ഞി വിൽക്കുന്ന ഒരു കടയുണ്ട്, അങ്ങനെ അവിടെ നല്ല കഞ്ഞി കിട്ടും, ചൂട് കഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നല്ല കഞ്ഞി വാങ്ങിക്കാനായിട്ട് വണ്ടി ഒതുക്കുകയാണ്. കുറച്ച് മുന്നേ പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ. അപ്പോൾ വേണോ വേണ്ടേന്ന് ആലോചിച്ച് വന്നതാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മൂന്നാർ വന്നിട്ട് കഞ്ഞി കുടിക്കാൻ പോകും. എന്താടാ കഴിക്കണേ? കഞ്ഞി, നല്ല കഞ്ഞി, ചമ്മന്തി, ഉള്ളിക്കറി, പയറ് കറി, പിന്നെ പോട്ടി ഉണ്ടല്ലേ. പിന്നെ പോട്ടി വാങ്ങിച്ചിട്ടുണ്ട്. കഞ്ഞിയിൽ നല്ല തൈര് വെച്ചിട്ടുണ്ട്. തൈര് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. നല്ല തണുപ്പ് ഈ ചൂടത്തിൽ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട് അവിടെ ഇരിക്കുവാണ് കേട്ടോ. കഞ്ഞിക്ക് 50 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും സ്പെഷ്യൽ എടുക്കുകയാണെങ്കിൽ 50-60 എക്സ്ട്രാ ആവും. അങ്ങനെ ഇസു എൻ്റെ കയ്യിൽ തളർന്ന് കിടക്കുവാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര ആരംഭിച്ചിട്ടുണ്ട് ഗെയ്സ്. നല്ല കാഴ്ചകൾ കണ്ട് അത്യാവശ്യം വെയിലുണ്ട്, എന്നാൽ ആ വെയിലിന് മാറ്റാൻ വേണ്ടി ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കേസ് നമ്മളതാ ഇപ്പോൾ കറങ്ങി പൊക്കോണ്ടിരിക്കുന്നത് ചിന്നക്കനാൽ വാട്ടർഫോൾസിലോട്ടാണ് കേട്ടോ. വെള്ളം ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാൻ പറ്റാതുള്ള പോക്കായിരുന്നേ. അങ്ങനെ നേരെ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ മലയുടെ താഴെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെ കുന്നും അതുപോലെ തന്നെ തേയിലക്കാടും ഒക്കെ. ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പണ്ട് ഞാൻ സ്കൂളിൽ സ്ഥിരം വരയ്ക്കാറുള്ള പടമായിരുന്നു കേസ് ഇത്. ഈ മലയും സൂര്യനും, അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനും അല്ലെങ്കിൽ ഉദിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യനും, ഇതൊക്കെയാണ് എൻ്റെ പണ്ട് സ്കൂളിലുള്ള സമയത്ത് എൻ്റെ സ്ഥിരം പടം വരപ്പ്. എൻ്റെ ബുക്കിലും വീട്ടിലും ഒക്കെ ഈ ഒരു പടമായിരുന്നു. അത് എൻ്റെ ആ പടത്തിന് ജീവൻ വന്ന പോലെ ഉണ്ടായിരുന്നു കേസ്.
പിന്നെ അവസാനം ആ വെള്ളച്ചാട്ടത്തിൽ എത്തിയപ്പോഴത്തേനും അവിടെ വെള്ളമില്ല, ചാട്ടമില്ല, ഗെയ്സ് ഉണങ്ങി കിടക്കണ പാറ മാത്രമുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തോട്ട് പോയി വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പയ്യെ വണ്ടി തിരിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. അങ്ങനെ ആമിറൂനാണെങ്കിൽ സ്ട്രോബെറി വേണം, സ്ട്രോബെറി പടം കാണും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു ഗെയ്സ്. അങ്ങനെ എന്താണ് നമ്മൾ അതും തപ്പി നടക്കുമായിരുന്നു. അവസാനം തപ്പി നമുക്കൊരു സ്ഥലം കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി. പക്ഷേ അവിടെ സ്ട്രോബെറി കൃഷിയൊന്നും കണ്ടില്ല. പക്ഷേ നല്ല സ്ട്രോബെറി വാങ്ങിക്കാൻ പറ്റിയ കേട്ടോ. അവിടെയുള്ളൊരു മൂന്നാറുള്ളൊരു ബോട്ടാനിക്കൽ ഗാർഡനിലായിരുന്നു. നമ്മൾ വരുന്ന വഴി 2-3 കണ്ട്. ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയത് ഇവിടെയായിരുന്നു. പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ സ്ഥലം. ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് ചെയ്യാവേ. എല്ലാവരും കാണാം. കണ്ടില്ല എന്നുണ്ടെങ്കിൽ മിസ്സിങ് ആണ്. അത്രയും കാഴ്ചകളാണ് കേട്ടോ അതിൻ്റെ അകത്ത്. അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് തിരിക്കുന്നതെന്ന് വെച്ചാൽ താഴോട്ട് വരാനായിട്ട് തിരിക്കുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഇറങ്ങി നമുക്ക് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് വണ്ടി സൈഡാക്കിയതാണ്. അങ്ങനെ നമ്മൾ നല്ല ചായയ്ക്കും ബ്രെഡ് ഓംപ്ലേറ്റ് അതുപോലെ തന്നെ മേഗിക്കൊക്കെ ഓർഡർ എടുത്തിട്ടുണ്ട്. അവിടെ വന്നപ്പോൾ എനിക്ക് നമ്മുടെ സാധാ കടികളൊക്കെ മിസ് ചെയ്ത് ഗീസ്. ഈ തണുപ്പത്ത് ചായയും അതൊക്കെ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നെന്ന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ മേഗിയും ബ്രെഡ് ഓംപ്ലേറ്റും അല്ലേ കിട്ടത്തുള്ളൂ. പിന്നെ ചോളം ഉണ്ടായിരുന്നു, ചോളം വാങ്ങിച്ചില്ല കേട്ടോ. ബ്രെഡ് ഓംപ്ലേറ്റും മാഗിയും തന്നെ കഴിച്ചിട്ട് പയ്യെ നമുക്ക് ഇതിൻ്റെ ബേക്കിൽ തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേനും 6 മണി ആയായിരുന്നു കേട്ടോ. അപ്പോൾ 6 മണിക്ക് മുന്നേ വരുവാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം, 6 മണിക്ക് ശേഷമാണെങ്കിൽ ടിക്കറ്റ് എടുക്കണം. കാരണം അവരൊക്കെ പോകും, അപ്പോൾ ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ വന്നത് കറക്റ്റ് സമയമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാതെ തന്നെ ഇറങ്ങാൻ പറ്റും ഗീസ്. അങ്ങനെ നമ്മൾ കണ്ണു വെട്ടിച്ച് അവിടെ ഇറങ്ങി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താട്ടോ. അങ്ങനെ ബ്രെഡ് ഓംപ്ലേറ്റിൻ്റെ ഷോയാണ് ഗീസ് ഇത്. അപ്പോൾ ഇതാ ഹെറിറ്റേജ് ഫാക്ടറി ടൂറ് എന്നൊക്കെ ഒരു ബോർഡൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവരിതിൽ കൊടുത്തിരിക്കുന്നത് 2 കിലോമീറ്റർ പോയ ഫാക്ടറി ഉണ്ടെന്നാണ്. പക്ഷേ നമ്മൾ ഫാക്ടറിയിൽ അങ്ങോട്ടൊന്നും പോലെ കാണാമെന്ന് വെച്ചാൽ 6 മണിയാകുമ്പോൾ അത് ക്ലോസ് ചെയ്യേ. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ സെക്യൂരിറ്റി, നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കുന്ന ഭാഗം ഇവിടെ ഫസ്റ്റ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. പക്ഷേ 6 മണി വരെ അവിടെ ഉള്ളൂ, 6 മണിയാകുമ്പോൾ അവിടെ ക്ലോസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചോദിച്ച് കയറാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി കുഴപ്പമില്ല, ഇനി കയറിക്കോ, ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവരും കയറുന്നു, കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കടക്കാർ. അങ്ങനെയാണ് നമ്മൾ കയറിയത് കേട്ടോ. എന്ന് വെച്ചാൽ ഫാക്ടറിയിൽ അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല. ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത് താഴോട്ട് പോകാനായിട്ടുള്ള പ്ലാനിങ് ആണ്. കാരണം നല്ല ഇരുട്ടായി വന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇരുട്ടത്ത് വേറെ ഒന്നും കാണാനൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോൾ നാളെ പകലിൽ വരാം എന്നുള്ള പ്ലാനിങ്ങിൽ ഇവിടെ കുറേ ഫോട്ടോസും വീഡിയോസും അതും ഇതുമൊക്കെ കണ്ട് വായൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ അടുത്ത് പോകാനായിട്ട് ഇറങ്ങിയതാണേ. നമ്മൾ മല ഇറങ്ങി അവസാനം രാത്രിയായിരിക്കും ഗെയ്സിന്. ഇപ്പം നേരെ റൂമിലോട്ട് പോകണം. അതിന് മുന്നേ നമുക്ക് ഫുഡ് വാങ്ങിക്കണം, റൂമിൽ പോയിരുന്ന് കഴിക്കാൻ കേട്ടോ. അതാണ് രസം. അങ്ങനെ പിന്നെ എനിക്കൊരു തൊപ്പി അവൾക്കൊരു ജാക്കറ്റും വാങ്ങിക്കണമായിരുന്നു. ഇത് 2 നമ്മൾ വീട്ടിൽ വെച്ച് മറന്നേട്ടോ. അങ്ങനെ അത് വാങ്ങിക്കാൻ തപ്പി നടന്നപ്പോഴത്തേക്ക് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ അത് വിൽക്കണ കട മാത്രം. അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ ഇങ്ങനെ തല വെളിയിലോട്ടിട്ട് നോക്കുകയാണ് കേട്ടോ, ഏതിലാണ് നല്ലതെന്ന്. അപ്പോൾ എല്ലായിടത്തും ഏകദേശം ഒരേ കണക്കത്തതൊക്കെ തന്നെ. അങ്ങനെ വണ്ടി സൈഡാക്കി ഒന്ന് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. എനിക്ക് തൊപ്പി മാത്രം മതിയായിരുന്നു. അങ്ങനെ ഞാൻ തൊപ്പി നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അതിൽ ആ വയലറ്റ് കളർ തൊപ്പി എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതാണ് എടുത്തത്. അങ്ങനെ അതൊക്കെ എൻ്റെ തലയിൽ വെച്ച് നോക്കാനായിട്ടൊക്കെ വരുവാണ് കേട്ടോ, സൈസാണെന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് നോക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിക്കാനായിട്ട് നല്ല തിരക്കുള്ളൊരു കട നോക്കി ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുള്ള കടയാകുമ്പോഴത്തേന് നല്ല ഫുഡായിരിക്കുമല്ലോ. അങ്ങനെ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ലൊരു തിരക്കുള്ള കട കിട്ടി. അവിടെ നിന്നും ആ കടയിൽ അങ്ങറ്റം പോലെ ഇങ്ങറ്റം വരെ ഓരോ സാധനങ്ങൾ നിരത്തി വെച്ചേക്കണം. നമ്മൾ ദോശ, പെറോട്ട, ചിക്കൻ ഫ്രൈ, പിന്നെ വേറെ ഓംപ്ലേറ്റോ അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വണ്ടിയിലോട്ട് കയറി ഇനി അടുത്ത് റൂമിൽ പോയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളിതാ ഡിന്നറൊക്കെ വണ്ടിക്കകത്താക്കി പൊക്കോണ്ടിരിക്കുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഓരോ വീഡിയോയിൽ ഇട്ടേക്കുന്നതാണ് കേട്ടോ. പക്ഷേ നമുക്ക് തോന്നും എന്തോ ഒരു ദീപാലങ്കാരമൊക്കെ ചെയ്ത് വെച്ചേക്കുന്ന പോലെ തോന്നും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഈ വൈബ് അടിച്ച് തലയൊക്കെ വെളിയിലിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാൽ തലയെടുത്ത് അകത്തിട്ടില്ലെങ്കിൽ വല്ല പോസ്റ്റിലായിരിക്കും, ഇനി എനിക്കത് ചുമന്നുകൊണ്ട് നടക്കാൻ വയ്യ. അങ്ങനെ ഞാൻ വണ്ടിയിൽ തലയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പയ്യെ കണ്ട് അവസാനം റൂമിലെത്തിയിട്ടുണ്ട് ഗെയ്സ്. നല്ല ക്ഷീണമായിട്ടുണ്ട്. ആ നൈസ് വാപ്പച്ചി കയ്യിലിരുന്നുകൊണ്ട് പറയുകയാണ്, ഇത് നമ്മളെ വീടല്ലല്ലോ, ഇത് എവിടെ വാപ്പച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നം വിട്ടി
ക്ഷീണിച്ചിരിക്കുകയാണ് ഗെയ്സ്. അങ്ങനെ നമ്മൾ അവസാനം റൂമിലെത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കണം, ഇനിയിപ്പോൾ എന്താണ് കിടന്നുറങ്ങണം, അതിന് മുന്നേ ഫ്രഷ് ആവണം. ഇതാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. പിള്ളേരൊക്കെ നല്ല ക്ഷീണിച്ചിരിക്കുകയാണ്. അതിനേക്കാൾ ക്ഷീണം ഞങ്ങൾക്കുണ്ട് ഗെയ്സ്. അപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് നോക്കിയപ്പോഴത്തേനും താഴെ എന്താണ് ഒരു മദാമയൊക്കെ ഇരുന്ന് ഫുഡ് അടിക്കുന്നുണ്ട്. രാത്രി 1-2 മണിയായി കേട്ടോ. അപ്പോൾ അവർ പോയിട്ട് നമുക്ക് ഫുഡ് അടിക്കാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിലിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ അടുത്ത യാത്ര തുടങ്ങണമല്ലോ. അങ്ങനെ ഇസ് നല്ല ഉറക്കമായി കേട്ടോ. അപ്പം ഞാൻ ഇരുന്ന് ജനലിൽ കൂടെ ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ മൊത്തം വെട്ടം ഇരുന്ന് കേട്ടോ. പക്ഷേ എന്താണ് രാത്രി 1-2 മണിയല്ലേ, എല്ലാവരും ഉറങ്ങിക്കാണും, കുറേ വെട്ടമൊക്കെ പോയി. അങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.